എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബയോളജി മൊഡ്യൂൾ ആരംഭിക്കുകയാണ്. മനുഷ്യ ശരീരം എന്നുള്ള ബയോളജി മൊഡ്യൂൾ ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഇതിൽ ഒരുപാട് ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാനുണ്ട്, ഒരുപാട് SCRT ചാപ്റ്ററുകൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സയൻസിലെ 7ാമത്തെ അധ്യായമായ അറിവിൻ്റെ ജാലകങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ്. നമ്മളെ മനുഷ്യ ശരീരം എന്നുള്ള ആ ടോപ്പിക്കിൻ്റെ ആ മൊഡ്യൂളിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ബേസിക് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് പോവാം. 5ലെയും 6ലെയും 7ലെയും അധ്യായങ്ങളും അതുപോലെ 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ അധ്യായങ്ങളും 10ാം ക്ലാസ് ബയോളജിയിലെ മുഴുവൻ അധ്യായങ്ങളും ഈ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ചെമ്മനം ചാക്കോയുടെ ഒരു കവിതയാണ്. ചെമ്മനം ചാക്കോയുടെ ഒരു കവിതയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ വരികളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ വരികൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ചെമ്മനം ചാക്കോയുടേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. SCRTയിൽ വന്നതുകൊണ്ട് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. മാനത്തിൽ ചന്ദ്രനുണ്ടെന്നു ചൊന്നതാരൻ്റെ കൺമണി, ആരു ചൊല്ലിയതല്ലല്ലോ കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ, കുയിൽ കൂകുന്നുണ്ടെന്നു ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ. എനിക്ക് കവിത ഒന്നും ചൊല്ലാൻ അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നുള്ളൂ, വായിക്കുകയാണ്. മുല്ലമുട്ടു വിരിഞ്ഞതെന്ന് ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലാതറിഞ്ഞു ഞാൻ മൂക്കിൽ വാസനയെത്തവേ, വീശുന്നു കുളിർ കാറ്റെന്ന് ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലാതറിഞ്ഞേ നിൻ തൊലിമേൽ വന്നു തട്ടവേ, മധുരം തേനിനുണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലാതറിഞ്ഞല്ലോ നാവ് കൊണ്ട് രുചിച്ചു ഞാൻ. ഇപ്പം ചെമ്മനം ചാക്കോയുടെ കവിതയാണെന്ത് ഇത്. ഞാനൊരിക്കൽ കൂടി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് കവിത ചൊല്ലാനറിയില്ല, ഇതിൻ്റെ ട്യൂൺ എന്താണെന്നോ രീതി എങ്ങനെയാണെന്നോ എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ വരികളൊന്ന് ഓർത്ത് വെക്കുക, ഇത് ചെമ്മനം ചാക്കോയുടെ കവിതയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ ഒന്നും നോട്ട് ചെയ്യേണ്ട പോയിൻ്റില്ല, നമുക്കും ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മാത്രം പോയാൽ മതി. നിങ്ങൾ കവിത വായിച്ചല്ലോ. കണ്ണും കാതും മൂക്കും എല്ലാം തുറന്നു വെച്ചപ്പോൾ പ്രകൃതിയെക്കുറിച്ച് എത്ര കാര്യങ്ങളാണ് മനസ്സിലാക്കാനായത്. ഇതുപോലെ മറ്റു ജീവികളും ചുറ്റുപാടുകളെക്കുറിച്ച് അറിയുന്നില്ലേ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ ജീവികളും ചുറ്റുപാടുകളെക്കുറിച്ച് അറിയുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് അടുക്കളയിൽ ആഹാരം തേടിയെത്തുന്ന ഉറുമ്പുകളെ നമ്മൾ നിരീക്ഷിച്ചിട്ടില്ല, അവരെ എങ്ങനെയാണ് ആഹാരം തേടിയെത്തുന്നത്. അതുപോലെ കോഴിക്കുഞ്ഞിനെ റാഞ്ചി എടുത്തു കൊണ്ടുപോകുന്ന പരുന്തിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പരുന്ത് അത്രയും ഉയരത്തിൽ നിന്നാണ് കോഴിക്കുഞ്ഞിനെ റാഞ്ചി എടുത്ത് കൊണ്ടുപോകുന്നത്. അതുപോലെ നായ ഉറങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ സമീപത്തിലൂടെ ശബ്ദം ഉണ്ടാക്കാതെ പോയാലും നായ ഇങ്ങനെ ചെവി ഉയർത്തിപ്പിടിച്ചിങ്ങനെ നോക്കും. അപ്പോൾ ഭക്ഷണം മണത്തറിയാനും ഇരയെ തിരിച്ചറിയാനും ചെറിയ ശബ്ദം കേൾക്കാൻ പോലും ജീവികൾക്ക് കഴിവുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. കണ്ണ് നൽകുന്ന വിവരങ്ങളുണ്ട്. നമ്മുടെ കണ്ണ് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് നൽകുന്നത് എന്നാണ്. ഇവിടെ ഒരു കുട്ടി മരത്തെ നിരീക്ഷിച്ചിട്ട് ആ കുട്ടിക്ക് ആ കണ്ണ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏത് മരമാണ് എന്നുള്ള വിവരം നൽകും, എത്ര അകലത്തിലാണ് ആ മരം എന്നുള്ള വിവരം നൽകും, ആ മരത്തിന് എത്ര ഉയരമുണ്ട്, എന്ത് വണ്ണമുണ്ട്, ഏത് നിറമുണ്ട്, അതുപോലെ ഇലകളുടെ ആകൃതി എന്താണ് എന്നുള്ളതൊക്കെ കണ്ണുപയോഗിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ആ മരം നോക്കുമ്പോൾ ലഭിക്കുന്ന അറിവുകളാണ്. ഇനി നമ്മൾ കണ്ണിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? നമുക്ക് കൺപോളകൾ കാണാം, കൺപീലികൾ കാണാം, കൃഷ്ണമണി കാണാം. ഇതാണ് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണുന്നത്. എന്നാൽ കണ്ണിൻ്റെ ഉള്ളിലും വേറെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ കാഴ്ച എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് നമ്മൾ ഫിസിക്സ് മൊഡ്യൂളിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ളത് ഈ 10ാം ക്ലാസ് ബയോളജിയിലൊക്കെ വരുമ്പോൾ പഠിക്കാണ്ടെങ്കിലും ഇവിടെ ഒരു പരീക്ഷണമാണ്, ഒരു ലെൻസ് ഉപയോഗിച്ച് പരീക്ഷണം. അപ്പോൾ ചുമരിൽ ഈ മെഴുകുതിരിയുടെ തല തിരിഞ്ഞ പ്രതിബിംബമാണ് ഈ ലെൻസിലൂടെ കടന്നു പോയിക്കൊണ്ട് ചുമരിൽ ഉണ്ടാകുന്നത്. അത് നമ്മൾ പരീക്ഷണത്തിലൂടെ അവിടെ നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ
ഇത് 5ാം ക്ലാസ് ലെവലിലുള്ള കുട്ടികൾക്കാണ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ കണ്ണിലും എന്തുണ്ട്, ലെൻസ് ഉണ്ട്. നമ്മുടെ കണ്ണിലും എന്തുണ്ട്, ലെൻസ് ഉണ്ട്. കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിലുള്ളത്. അപ്പോൾ നമ്മളെ കണ്ണിൽ ലെൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കാഴ്ചകൾ കാണുമ്പോൾ തലകീയായ പ്രതിബിംബം നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കുന്നുണ്ട്. എവിടെയാണ്, കണ്ണിൻ്റെ എവിടെയാണ് തലകീയായ പ്രതിബിംബം ഉണ്ടാക്കുന്നത്? റെറ്റിനയിലാണ്. നമ്മൾ വസ്തുക്കളെ കാണുമ്പോൾ അതിൻ്റെ പ്രതിബിംബം കണ്ണിലുണ്ടാക്കുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. കണ്ണിൻ്റെ റെറ്റിനയിലാണ് എന്ത്, പ്രതിബിംബം രൂപീകരിക്കുന്നത്. നമ്മളാ ഫിസിക്സിൻ്റെ ചാപ്റ്ററിൽ വിശദമായി പറഞ്ഞതാണ് സമഞ്ജനക്ഷമതയും പ്രതിബിംബ രൂപീകരണമൊക്കെ. ഒരിക്കൽ കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഇത് ബേസിക് ആയതുകൊണ്ടാണ്. ഇവിടെ 5ാം ക്ലാസ് ലെവലാണ്. അപ്പോൾ ആ ലെവലിൽ ജസ്റ്റ് ബേസിക് പറഞ്ഞു പോവുകയാണ്. ഇനി നമുക്ക് വിശദമായിട്ട് 10ാം ക്ലാസ് ബയോളജിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ണിലും എന്തുണ്ട്, റെറ്റിന എന്ന സ്ക്രീനിലാണ് എന്ത് ഈ പ്രതിബിംബം തലകീയായി പതിയുന്നത്. ഈ നേത്രനാഡികൾ എന്ത് ചെയ്യും, ഈ സന്ദേശത്തെ തലച്ചോറിൽ എത്തിക്കുമ്പോൾ തലച്ചോറ് വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. അപ്പോൾ ഈ നമ്മളെ പ്രതിബിംബം തലകീയായതാണ് നമ്മളെ റെറ്റിനയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നേത്രനാഡികൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇവിടെ പ്രതിബിംബം ഉണ്ടായത് ആ സന്ദേശം തലച്ചോറിലെത്തിക്കും. തലച്ചോറ് എന്ത് ചെയ്യും, വസ്തുവിൻ്റെ യഥാർത്ഥവും അതുപോലെ നിവർന്നതുമായ പ്രതിബിംബം നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് നമ്മുടെ കാഴ്ച എന്നുള്ള ആ അനുഭവം സാധ്യമാക്കുന്നു. ഇവിടെ ഫോട്ടോ തന്നിട്ടുണ്ട്. ഈ റോസാപ്പൂവ്, അതിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മളെ കണ്ണിൽ കയറി ലെൻസുകളിലൂടെ പോയി റെറ്റിനയിൽ തലകീയായ പ്രതിബിംബം ഉണ്ടാക്കും. പിന്നീട് നേത്രനാദികൾ എന്ത് ചെയ്യും, തലച്ചോറിലേക്ക് ആ സന്ദേശം കൈമാറി തലച്ചോറാണ് നമുക്ക് ആ വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച എന്നുള്ള ഒരു അനുഭവം സാധ്യമാക്കി തരുന്നത്. ഇനി 2 കണ്ണുകൾ എന്തിനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ 2 കണ്ണുകൾ എന്തിനാണ്? ഇതും നമ്മൾ ആ ഫിസിക്സിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ആ ഡിഗ്രി കണക്ക് വെച്ച് പറഞ്ഞു. ഒരു കണ്ണാണെങ്കിൽ നമുക്ക് 150 ഡിഗ്രിയിലാണ്, 2 കണ്ണാകുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയിൽ ത്രിമാന കാഴ്ചകൾ കാണാം. ഒരു കണ്ണാകുമ്പോൾ ദ്വിമാന കാഴ്ചകൾ മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ 5ാം ക്ലാസ് ലെവലാവുകൊണ്ട് അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല, ജസ്റ്റ് ബേസിക് ഇങ്ങനെ പറയാണ്. ഇനി ഇവിടെയുള്ള പോയിൻ്റാണ്, 2 കണ്ണും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ ദ്വിനേത്ര ദർശനം അഥവാ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ഇതുമൂലം എന്ത് ചെയ്യും, വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവയൊക്കെ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ ദ്വിനേത്ര ദർശനം മൂലം നമുക്ക് എന്ത് ചെയ്യും, വസ്തുക്കളുടെ സ്ഥാനം, അകലം എന്നിവയൊക്കെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ 2 കണ്ണുകൾ ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈനോക്കുലർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. ഈ ദ്വിനേത്ര ദർശനം കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ യഥാർത്ഥ അകലവും സ്ഥാനവും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ ദ്വിനേത്ര ദർശനം കൊണ്ട് സാധിക്കുന്നു. ഇനി കാഴ്ച ഇല്ലാത്തവരുടെ ലോകം എന്ന് പറയുന്നത് എന്താ, കാഴ്ച ശക്തി ഇല്ലാത്തവരെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്ന ഒരു ഭാഗമാണ്. ഈ കാഴ്ചയില്ലാത്ത ആളുകളെ എങ്ങനെയാണ് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നത്? ശബ്ദം കേട്ട് ആളുകളെ തിരിച്ചറിയും. അതുപോലെ തൊട്ടു നോക്കി കറൻസി നോട്ടുകളും നാണയങ്ങളും തിരിച്ചറിയും. ഇങ്ങനെയാണെന്ത്, നമ്മൾ കാഴ്ചയില്ലാത്ത ആളുകൾ മറ്റുള്ളവരെയൊക്കെ തിരിച്ചറിയുന്ന രീതിയാണ്. ഇനി 2 കാര്യങ്ങളുണ്ട്, വൈറ്റ് കെയിന് അതേപോലെ ബ്രെയിൻ ലിപി. ഇത് 2 കോളത്തിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് കെയിന് എന്ന് പറഞ്ഞാൽ എന്താണ്, അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയെയാണ് നമ്മൾ വൈറ്റ് കെയിന് എന്ന് പറയുന്നത്. അന്ധരായ നമ്മളറിയാം, കാഴ്ച പരിമിതിയുള്ള ആളുകളൊക്കെ കയ്യിലൊരു വടി പിടിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു വെളുത്ത വടിയാണ് നമ്മൾ വൈറ്റ് കെയിന് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ഡാണ്. അപ്പോൾ ഈ വൈറ്റ് കെയിന് ഭാരം കുറഞ്ഞ പൊള്ളയായ അലുമിനിയം ദണ്ഡാണ്. ഈ വടിയുടെ അടിയിൽ എന്ത് ചെയ്യും, ലോഹമുള്ള ഭാഗം, ഈ വടിയുടെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം എന്ത് ചെയ്യും, വസ്തുക്കളിൽ തട്ടിയുണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്നാണ് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ കാഴ്ച പരിമിതർക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് കെയിൻ്റെ ഉപയോഗം എങ്ങനെയാണ് നടക്കുന്നത്, വടിയുടെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം എന്ത് ചെയ്യും, വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ ഈ അന്ധർക്ക് സാധിക്കുന്നു.
വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും കഴിയും. ഈ വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്ധരായ ആളുകളെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും സാധിക്കും. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് വൈറ്റ് കെയിൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ ഈ അന്ധർക്ക് വായിക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ലിപിയാണെന്ത്, ബ്രെയിൻ ലിപി എന്ന് പറയുന്നത്. ഈ ബ്രെയിൻ ലിപി കണ്ടെത്തിയത് ലൂയിസ് ബ്രെയിൻ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ബ്രെയിൻ ലിപിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ബ്രെയിൻ ലിപി കണ്ടെത്തിയതാരാണ്? ലൂയിസ് ബ്രെയിൽ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ലൂയിസ് ബ്രെയിൽ, ബ്രെയിൻ അല്ല, ലൂയിസ് ബ്രെയിൽ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ഈ ബ്രെയിൻ ലിപി വികസിപ്പിച്ചത്. ബ്രെയിൻ അല്ല, ബ്രെയിൽ ലിപി. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ ലിപി അറിയപ്പെടുന്നത്. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണെന്ത്, ബ്രെയിൽ ലിപി എന്ന് പറയുന്നത്. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണെന്ത്, അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത്. എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണെന്ത്, അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത്. ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിലാണ് ഈ രീതി വികസിപ്പിച്ചത്. നമ്മൾ പറഞ്ഞു, ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയിസ് ബ്രെയിലാണെന്ത്, ബ്രെയിൽ ലിപി വികസിപ്പിച്ചത്. അന്ധരായ ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണെന്ത്, ബ്രെയിൽ ലിപി എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയിസ് ബ്രെയിലാണ്. ഇതിൻ്റെ പ്രത്യേകത കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണെന്ത്, അക്ഷരങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇതാണ് ബ്രെയിൽ ലിപിയുടെ പ്രത്യേകത. ഇനി അന്ധരായ ആളുകളെ സഹായിക്കുന്ന വിവിധ ഉപകരണങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞതാണ് വൈറ്റ് കെയിനും ബ്രെയിൽ ലിപിയും. ഇത് രണ്ടും നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. മറ്റു ഉപകരണമാണ് ഒന്ന് ടാക്റ്റൈൽ വാച്ച്, അതേപോലെ ടോക്കിംഗ് വാച്ച്. അപ്പോൾ അന്ധരായ ആളുകൾ ഉപയോഗിക്കുന്ന ഉപകരണം, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വൈറ്റ് കെയിന്, ബ്രെയിൻ ലിപി, ടാക്റ്റൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്. ഇതിങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നത്. വൈറ്റ് കെയിന്, ബ്രെയിൻ ലിപി, ടാക്റ്റൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്. ഇതൊക്കെ എന്താണ്, അന്ധരായ ആളുകൾ ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങളാണ്. ഇനി നമ്മളെ കണ്ണ് ദാനം ചെയ്യുന്നതിനെക്കുറിച്ച്, നേത്രദാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നേത്രദാനം എന്ന് പറയുന്നത്, നേത്രദാനം എന്താണ്, രക്തദാനം പോലെ തന്നെ മഹാത്തരമായൊരു ദാനമാണ് നേത്രദാനം. കണ്ണിനുണ്ടാകുന്ന പല വൈകല്യങ്ങളും നമുക്ക് അന്ധതയ്ക്ക് കാരണമാകും. ഇതിലെ ചില വൈകല്യങ്ങൾ നമുക്ക് നേത്രഭാഗങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ പരിഹരിക്കാൻ കഴിയും. കണ്ണിനെ ബാധിക്കുന്ന ചില വൈകല്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കണ്ണിൻ്റെ ചില ഭാഗങ്ങൾ, നേത്രത്തിൻ്റെ ഭാഗങ്ങൾ മാറ്റിവെച്ചാൽ പരിഹരിക്കാൻ കഴിയും. ലെൻസ് മാറ്റിവെച്ചാൽ, കോർണിയൊക്കെ മാറ്റിവെച്ചാലൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇത് നമ്മൾ വിശദമായിട്ട് ബയോളജിയിൽ ഇനി പഠിക്കുന്നുണ്ട്. നേത്ര രോഗങ്ങളും അതിനുള്ള പരിഹാരങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ബേസിക്കാണ്, നമ്മൾ 5ാം ക്ലാസ് ലെവലല്ലേ, അപ്പോൾ അതാണ് ഇവിടെ സിമ്പിളായിട്ട് പറയുന്നത്. കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്നതാണെന്ത്, നേത്രദാനം എന്ന് പറയുന്നത്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നേത്രദാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്, അതിനുള്ള പോസ്റ്ററും കാര്യങ്ങളാണിത് ഇവിടെ തന്നിട്ടുള്ളത്. നേത്രദാനം, മഹാദാനം. ജീവിച്ചിരിക്കുന്നവർക്ക് വെളിച്ചമേകാനായി നമ്മുടെ കണ്ണുകൾ മരണശേഷം ദാനം ചെയ്തുകൂടെ, അതിനുള്ള പോസ്റ്ററുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കണ്ണുകൾ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ അല്ലെങ്കിൽ തിരുമുകയോ ചെയ്യാതെ തണുത്ത വെള്ളം കൊണ്ട് കഴുകി കളയണം. നമ്മളാകെ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണെന്ത്, ഒന്നല്ലെങ്കിൽ ഊതും അല്ലെങ്കിൽ തിരുമും. അപ്പോൾ എപ്പോഴും കണ്ണിൽ പൊടി വീണാൽ എന്ത് ചെയ്യും, നമ്മളൊരിക്കലും ഊതാൻ പാടില്ല, അതുപോലെ തിരുമാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം, തണുത്ത വെള്ളം കൊണ്ട് കഴുകി കളയണം. അതുപോലെ മങ്ങിയ പ്രകാശത്തിലോ അല്ലെങ്കിൽ തീവ്ര പ്രകാശത്തിലോ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തീവ്ര പ്രകാശത്തിലോ അല്ലെങ്കിൽ മങ്ങിയ പ്രകാശത്തിലോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി അല്ലാതിരിക്കുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കാൻ പാടില്ല. അതുപോലെ TV കാണുമ്പോൾ എപ്പോഴും എന്താണ്, ഒരു നിശ്ചിത അകലം പാലിക്കണം. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടാവണം. അതുപോലെ രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. രാസവസ്തുക്കൾ നമ്മൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. കുളിക്കുമ്പോൾ എന്ത് ചെയ്യണം, കൂർത്ത വസ്തുക്കളൊന്നും കണ്ണിൽ കൊള്ളാതെയും നോക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ണ് സംരക്ഷണത്തിന് വേണ്ടി നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്കിവിടെ ചില ജീവികളും
അവയുടെ പ്രത്യേകതകളൊക്കെ തന്നിട്ടുണ്ട്. അവയുടെ കണ്ണിന് പ്രത്യേകതകളുണ്ട്, അത് തന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. മരയോന്തിൻ്റെ പ്രത്യേകത എന്താണ്? മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ് മരയോന്തിൻ്റെ കണ്ണ്. അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയും. മരയോന്തിൻ്റെ കണ്ണ് നമുക്കറിയാം 2 സൈഡിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്തമായ ദിശകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയും മരയോന്തിന്. ഇനി നമ്മൾ മൂങ്ങൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മൂങ്ങക്ക് തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് വലിയ 2 കണ്ണുകളാണ്. അപ്പോൾ തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ച കാണാൻ ഇവക്ക് സാധിക്കും. മൂങ്ങയുടെ പ്രത്യേകത എന്താണ്? തല മൊത്തം റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ പിറകോട്ടും തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ ഇവക്ക് കഴിയും. ഇവരുടെ സ്ട്രെയിറ്റായിട്ട് നേരെ ഫ്രണ്ടിൽ 2 വലിയ കണ്ണുകളാണ്. അപ്പോൾ പുറകിലേക്ക് തല തിരിച്ചില്ലെങ്കിൽ ഇവർക്ക് പുറകിലെ കാഴ്ചകൾ കാണാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് പുറകിലേക്ക് തല തിരിച്ച് കാഴ്ചകൾ കാണാനുള്ള കഴിവുണ്ട്. ഇനി പൂച്ചയുടെയും നായുടെയൊക്കെ കൃഷ്ണമണി എന്ത് ചെയ്യും? പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചുമാണ് കാണപ്പെടുന്നത്. നമ്മൾ ഈ പൂച്ച, നായ ഇവയൊക്കെ കണ്ണിലെ കൃഷ്ണമണി എന്ത് ചെയ്യും? പകൽ വെളിച്ചത്തിൽ ചുരുങ്ങും, രാത്രിയിലാണെങ്കിൽ പരമാവധി വികസിച്ചാണ് കാണുന്നത്. അപ്പോൾ നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഈ നായക്കും പൂച്ചക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മങ്ങിയ പ്രകാശത്തിലും ഇവക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇവക്ക് രാത്രിയും നന്നായിട്ട് കാണാൻ ഉള്ള കഴിവുണ്ട്. നായ്ക്കും പൂച്ചക്കൊക്കെ രാത്രിയും നന്നായി കാണാനുള്ള കഴിവ് ഉണ്ട്. കാരണം മങ്ങിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്തി കാഴ്ച കാണാനുള്ള കഴിവ് ഇവയുടെ കണ്ണിനുണ്ട്. അതാണ് ഓരോ ജീവികൾക്കും ഓരോ പ്രത്യേകതകളാണ് ഉള്ളത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെവിയെക്കുറിച്ചാണ്. കണ്ണടച്ചാലും അറിയും എന്നുള്ള ഭാഗത്തിൽ നിന്ന് പറയുന്നത് നമ്മുടെ ചെവിയെക്കുറിച്ചാണ്. നമുക്ക് കണ്ണ് മാത്രമല്ല, ചെവി കൊണ്ടും നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയും. കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ചെവി ഉപയോഗിച്ച് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ചെവി ഉപയോഗിച്ചാണ്. അപ്പോൾ കേൾക്കാൻ നമ്മളെ സഹായിക്കുന്ന ഭാഗമാണ് ചെവി. അത് നമുക്കറിയുന്ന കാര്യമാണ്. നമ്മൾ കാണുന്നത് എന്ത് ചെയ്യും? ചെവിയുടെ പുറമേയുള്ള ചെവിക്കുട മാത്രമാണ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ നമ്മുടെ ആ ചെവിക്കുട മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. എന്നാൽ ചെവിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇത് നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ചെവിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ, ഏറ്റവും ചെറിയ അസ്ഥിയായ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പീസ് നമ്മുടെ ചെവിയുടെ ഉള്ളിലാണ്. അതൊക്കെ ഇനി വിശദമായിട്ട് പഠിക്കാൻ വരുന്ന ഭാഗമാണ് ബയോളജി മൊഡ്യൂളിൽ. അതുകൊണ്ടാണ് ഇവിടെ 5ാം ക്ലാസ് ലെവലാണ്, ബേസിക് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ ചെവിക്കുട എന്താണ് ചെയ്യുന്നത്? ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കലാണ് ചെവിക്കുട ചെയ്യുന്നത്. ഈ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് ശബ്ദം നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ ചെവിക്കുട എന്താണ് ചെയ്യുന്ന ഒരേ ഒരു ജോലി എന്ന് പറഞ്ഞാൽ, ചെവിയുടെ പുറത്തുള്ള ശബ്ദങ്ങൾ ചെവിൻ്റെ ഉള്ളിലേക്ക് ശേഖരിച്ചുകൊണ്ട് ചെവിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ് ചെവിക്കുട ചെയ്യുന്നത്. ഈ ശബ്ദം ചെവിക്കുള്ളിൽ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് നമുക്ക് ശബ്ദം തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ തലച്ചോറാണ്. തലച്ചോറിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് കാഴ്ച കാണുന്നതും ശബ്ദം കേൾക്കുന്നതും നമ്മുടെ അതുപോലെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും. എല്ലാത്തിൻ്റെയും മെയിൻ തലച്ചോറാണ്. ഇനി ചെവി സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഇടരുത്, വലിയ ശബ്ദങ്ങൾ നമ്മൾ തുടർച്ചയായി കേൾക്കരുത്, അതുപോലെ ചെവിയിൽ വെള്ളമോ മറ്റ് ദ്രാവകങ്ങളോ ഒഴിക്കരുത്, ചെവിക്ക് ആഘാതം ഏൽപ്പിക്കരുത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെവിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ 120 ഡെസിബിളിൽ കൂടുതലുള്ള ശബ്ദം എപ്പോഴും നമ്മുടെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ തുടർച്ചയായി കേട്ടാൽ അത് ചെവിക്ക് വളരെ അപകടമാണ്. ഇനി പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ കേൾവി ശക്തി നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ കേൾവി ശക്തി നഷ്ടപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഫോട്ടോ ആണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കേൾവി ശക്തി കുറയുമ്പോൾ നമ്മൾ ഒരുപാട്
ഉപകരണങ്ങൾ ഉപയോഗിക്കും. അതിൻ്റെ ഫോട്ടോസാണ് ഈ ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത്. ഇനി ഇവിടെ പാമ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട്, ആ കാര്യം ഒന്ന് നോക്കാം. പാമ്പുകൾക്ക് നമുക്കറിയാം, നമ്മുടെ ചെവിക്ക് നമുക്ക് ബാഹ്യകർണം എന്നാണ് നമ്മുടെ ചെവിക്കൂടെ അറിയുന്നത്. ഈ പാമ്പുകൾക്ക് എന്താണ്, ഈ ബാഹ്യകർണമില്ല. പാമ്പുകൾക്ക് നമ്മുടെ ചെവിയുടെ പോലെ മനുഷ്യന്മാരുടേതുപോലെ ബാഹ്യകർണമില്ല. പക്ഷേ അവർക്ക് എന്തുണ്ട്, ആന്തരകർണമുണ്ട്. അപ്പോൾ ഈ ബാഹ്യകർണം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വായുവിലൂടെ വരുന്ന ശബ്ദങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. പിന്നെ അവരെങ്ങനെയാണ് ശബ്ദങ്ങളെ തിരിച്ചറിയുന്നത്, ആന്തരകർണം ഉപയോഗിച്ചുകൊണ്ട് ഈ തറയിലൂടെ വരുന്ന ശബ്ദങ്ങളെയാണ്, നേരിയ ചലനങ്ങളും ശബ്ദങ്ങളെ തരംഗങ്ങളെയൊക്കെ ആണ് അവർക്ക് തിരിച്ചറിയാനുള്ള കഴിവുള്ളത്. ഇപ്പോൾ പാമ്പുകൾക്ക് ബാഹ്യകർണം ഇല്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ പാമ്പുകൾക്ക് സാധിക്കുന്നു. അതായത് പാമ്പുകൾ എന്ത് ചെയ്യും, വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലത്തിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാനുള്ള കഴിവ് പാമ്പുകൾക്കുണ്ട്. വായുവിലൂടെയുള്ള ശബ്ദം കേൾക്കാൻ കഴിയില്ല, പക്ഷേ പ്രതലത്തിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാനുള്ള കഴിവ് പാമ്പുകൾക്കുണ്ട്. അതുകൊണ്ടാണ് നിലത്തിലൂടെയുള്ള ചെറിയ വൈബ്രേഷൻ പോലും തിരിച്ചറിയാനുള്ള കഴിവ് പാമ്പുകൾക്കുണ്ട്. ഇനി നമ്മൾ അടുത്ത ഓർഗനാണെന്ത്, മണം അറിയാൻ. മണം അറിയാൻ നമുക്കറിയാം, നമ്മൾ മൂക്ക് കൊണ്ടാണ് നമ്മുടെ മണം അറിയുന്നത്. മണം അറിയാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കറിയുന്ന കാര്യമാണ്. 5ാം ക്ലാസ് ലെവലാകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് പറയുന്നത്. ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെ എന്താണ്, മണം. ഈ മണം അറിയാനുള്ള കഴിവിനെയാണ് നമ്മൾ ഘ്രാണശക്തി എന്ന് പറയുന്നത്. മണം അറിയാനുള്ള, മണം തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഘ്രാണശക്തി എന്ന് പറയുന്നത്. മനുഷ്യന് ഈ ഘ്രാണശക്തി വളരെ കുറവാണ്. എന്നാൽ ഘ്രാണശക്തി കൂടിയ മൃഗങ്ങൾ ധാരാളമുണ്ട്. അവയെക്കുറിച്ച് നോക്കാം. അപ്പോൾ മണം അറിയാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഘ്രാണശക്തി എന്ന് പറയുന്നത്. മനുഷ്യന് ഘ്രാണശക്തി കുറവാണ്. ഇനി ഘ്രാണശക്തിയിലെ വമ്പന്മാരെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. സ്രാവുകളാണ് ഘ്രാണശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ. ഘ്രാണശക്തിയുടെ കാര്യത്തിലെ വമ്പന്മാരാരാണ്, സ്രാവുകളാണ്. കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാനുള്ള കഴിവ് എന്തുണ്ട്, സ്രാവുകൾക്കുണ്ട്. മണത്തറിയാനുള്ള ഈ കഴിവ് ഏറെയുള്ള മറ്റൊരു ജീവിയാണെന്ത്, നായ. ഇപ്പോൾ ഘ്രാണശക്തി ഏറ്റവും കൂടിയ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ സ്രാവുകളാണ്. കടലിൻ്റെ വളരെ ദൂരത്തിൽ പോലും ഒരു തുള്ളി രക്തം വീണാൽ പോലും അത് മനസ്സിലാക്കാനുള്ള, അതിൻ്റെ സ്മെല്ല് പിടിച്ച്, അതിൻ്റെ മണം പിടിച്ച് അവിടേക്ക് എത്താനുള്ള കഴിവ്, അല്ലെങ്കിൽ ആ മണത്തറിയാനുള്ള കഴിവ് സ്രാവുകൾക്കുണ്ട്. അപ്പോൾ ഘ്രാണശക്തി ഏറ്റവും കൂടിയ ജീവി സ്രാവുകളാണ്. അതുപോലെ ഘ്രാണശക്തിയുള്ള മറ്റൊരു ജീവിയാണ് എന്ത്, നായ എന്ന് പറയുന്നത്. നായയും എന്താണ്, ഘ്രാണശക്തി കൂടിയ മറ്റൊരു ജീവിയാണ്. അതാണ് നായയെ നമ്മൾ ഈ കേസന്വേഷണത്തിന് വേണ്ടിയൊക്കെ നായയെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രതികളുടെ സഞ്ചാരം തിരിച്ചറിയാനൊക്കെ നമ്മൾ നായയെ ഉപയോഗിക്കാറുണ്ട്. ഈ നായകൾ പോകുന്ന വഴിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്നതിന് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവർക്ക് തിരിച്ചു വരുമ്പോൾ ആ വഴി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വഴി അവർ തിരിച്ചറിയുന്നത് അവരുടെ ആ മൂത്രത്തിൻ്റെ മണം അറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് പിടിച്ചുകൊണ്ടാണ് ഇവ വഴി മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നായ ഇങ്ങനെ പോകുന്ന വഴികളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിനാണ് നായ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ളത് സ്രാവിനാണ്. രക്തത്തിൻ്റെ ഒരു തുള്ളി എവിടെ കടൽ എത്ര അകലെ വീണാലും മണത്തറിയാനുള്ള കഴിവ് അവയ്ക്കുണ്ട്. പിന്നെ രണ്ടാമത്തെ മറ്റൊരു ജീവിയാണ് നായ എന്ന് നമ്മൾ പറഞ്ഞു. നായ വഴി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുന്നത്. അപ്പോൾ തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നായയുടെ ഈ മണം പിടിക്കാനുള്ള കഴിവ് നമ്മൾ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു. ആ കൂടുതലുള്ളത് കൊണ്ട് എന്താണ്, കുറ്റാന്വേഷണ രംഗത്ത് ഉപയോഗപ്പെടും. നമുക്കറിയാം കേസന്വേഷണത്തിലൊക്കെ പ്രതികളുടെ സാന്നിധ്യം തിരിച്ചറിയാനൊക്കെ നമ്മൾ പോലീസിൽ നായയെ ഉപയോഗിക്കാറുണ്ട്. അത് ഇതിൻ്റെ മണം പിടിക്കാനുള്ള കഴിവ് കൂടുതലുള്ളത് കൊണ്ടാണ്. ഇനി പാമ്പുകൾ നാവ് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതും മണം പിടിക്കുന്നതിനാണ്. പാമ്പുകൾ നാക്കുകൾ ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്.
അപ്പോൾ അടുത്ത ഒരു പ്രധാന പോയിൻ്റാണ്, പാമ്പുകൾ ഗന്ധം അറിയുന്നത് എന്തുപയോഗിച്ചാണ്? നാക്കുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ നാക്കുകൾ പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തിടുന്നത് ഗന്ധം അറിയുന്നതിനാണ്, മണം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പാമ്പുകൾ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് നാക്കുകൾ പുറത്തിടുന്നത്. അപ്പോൾ പാമ്പ് മണം പിടിക്കുന്നത് എന്തുപയോഗിച്ചാണ്? നാക്ക് ഉപയോഗിച്ചാണ്. അടുത്തതാണെന്ത്? രുചിയുടെ ലോകം. അതായത് നമ്മുടെ നാവ്. രുചി നമ്മൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന നമ്മുടെ ശരീരാവയവം ഏതാണ്? നാവാണ്. അതെങ്ങനെയാണ് നമ്മൾ രുചി അറിയുന്നത് എന്ന് നോക്കാം. ഭക്ഷണം ഉമിനീരിലലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കും. ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. ആഹാരത്തിൻ്റെ ഉപ്പ്, പുളി, മധുരം, കയ്പ്പ് എന്നിവ അറിയുന്നത് നാവിലെ രസമുകുളങ്ങളുടെ സഹായം കൊണ്ടാണ്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ രുചി അറിയുന്നത്? ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞുകൊണ്ട് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കും. നാക്കിന് വിവിധ രസമുകുളങ്ങളുണ്ട്, അതിനെ ഉത്തേജിപ്പിക്കും. ഈ ഉത്തേജനം എന്ത് ചെയ്യും? സന്ദേശങ്ങളായിട്ട് നമ്മുടെ നാഡികൾ വഴി തലച്ചോറിലെത്തും. ഈ തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾ രുചി എന്നുള്ള ആ ഒരു അനുഭവം അറിയുന്നത്. ആഹാരത്തിൻ്റെ ഉപ്പ്, പുളി, മധുരം, കയ്പ്പ് എന്നിവയൊക്കെ നാവിലെ രസമുകുളങ്ങളുടെ സഹായത്തോടെയാണ് നമ്മൾ അറിയുന്നത്. ഇനി ഇവിടെ നാവിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. അതിലറിയാം ഓരോ വിവിധ രസമുകുളങ്ങളുണ്ട്, അത് ഏതൊക്കെ ഭാഗത്താണ് എന്നുള്ളതാണ് ഈ ഫോട്ടോയിൽ തന്നിട്ടുള്ളത്. പുളി, ഉപ്പ്, മധുരം, പുളി, കയ്പ്പ്. ഇപ്പോൾ പുളി വരുന്നത് ഏകദേശം നടുഭാഗത്താണ്, മധുരം നാവിൻ്റെ തുമ്പത്താണ്, ഉപ്പ് അതിൻ്റെ ഇടയിലാണ്, കയ്പ്പ് നമ്മുടെ ഏകദേശം നാവിൻ്റെ അറ്റത്തായിട്ടാണ് എന്ത്? കയ്പ്പ് എന്നുള്ള ആ രസമുകുളം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ്, അടുത്തൊരു ഓർഗനാണ് നമ്മുടെ സ്കിന്ന്. തൊട്ടറിയാം. ഒരു കുഞ്ഞുറുമ്പ് ശരീരത്തിലൂടെ എഴുതുന്നത് നമ്മൾ അറിയും. അതേപോലെ ചൂടുള്ള ചായ കുടിക്കുമ്പോഴും കാലിൽ മുള്ളു കൊള്ളുമ്പോഴൊക്കെ നമ്മൾ അറിയും. സ്പർശം അറിയുന്നത് ത്വക്ക് മുഖേനയാണ്. ത്വക്ക് മുഖേനയാണ് നമ്മൾ സ്പർശം അറിയുന്നത്. ത്വക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞിരിക്കും. നമ്മുടെ ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്ന ഒരു അവയവമാണെന്ത്? ത്വക്ക് എന്നുള്ളത്. ഏറ്റവും വലിയ സെൻസ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ത്വക്കാണ്. ഈ സ്പർശനത്തിലൂടെ നമുക്ക് എന്തൊക്കെ തിരിച്ചറിയാം? ചൂട്, മിനുസം, മാർദ്ദവം, ആകൃതി, വലിപ്പമൊക്കെ നമുക്ക് സ്പർശനത്തിലൂടെ തിരിച്ചറിയാൻ കഴിയും. ഇനി ത്വക്കിനെ നമ്മൾ സംരക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കണം. അമിതമായ ചൂട്, തണുപ്പ് എന്നിവയിൽ നിന്നൊക്കെ നമ്മൾ ത്വക്കിനെ സംരക്ഷിക്കണം. ത്വക്കിനെ സംരക്ഷിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ത്വക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ സെൻസ് ഓർഗൻസ് അതിനെക്കുറിച്ചാണ് ഇനി ഈ ഒരു കോളത്തിൽ തന്നിട്ടുള്ളത്. എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്ന് അറിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണ് ഉള്ളത്. ഇവയെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളെയാണ് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് എന്നാണ്. വിജ്ഞാനം, ജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അറിവ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അറിവ് തരുന്ന ഇന്ദ്രിയങ്ങളാണെന്ത്? ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5 ഇന്ദ്രിയങ്ങളാണ്. അവയെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ. ഇനി ഇന്ദ്രിയങ്ങൾ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്യാനാണ്. ദിവസവും കുളിച്ച് ശരീരം വൃത്തിയാക്കണം. അമിതമായ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ത്വക്കിനെ സംരക്ഷിക്കണം. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സോപ്പ്, ക്രീമുകൾ, പൗഡർ എന്നിവ ആവശ്യമാണ്. കണ്ണിൽ പൊടിയോ പ്രാണികളോ വീണാൽ കൈകൊണ്ട് തിരുമ്മരുത്. ഇരുട്ടുമുറിയിലിരുന്ന് TV കാണരുത്. ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഇടരുത്. തീവ്രതയുള്ള ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കരുത്. ഇതൊക്കെ നമ്മൾ ഇന്ദ്രിയങ്ങൾ സംരക്ഷിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മളെ കണ്ണിൻ്റെ കാഴ്ച പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചാർട്ടിനെയാണ് നമ്മൾ സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. സ്നെല്ലൻ ചാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ കണ്ണട ഷോപ്പുകളിൽ, അതേപോലെ
കണ്ണിനെ സംബന്ധിക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ ഈ സ്നെല്ലൻ ചാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ലെവലിൽ കുറേ ചെറിയ അക്ഷരം, കുറേ വലിയ അക്ഷരം, പല രൂപത്തിലൊക്കെ ഉള്ളത് സ്നെല്ലൻ ചാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ കാഴ്ച പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ടാണ് എന്ത് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ ഒക്കെ വ്യത്യസ്ത വലിപ്പത്തിൽ 7 വരികളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നെല്ലൻ ചാർട്ടിൽ എങ്ങനെയാണ്? ഒന്നല്ലെങ്കിൽ അക്ഷരങ്ങളാകാം, അല്ലെങ്കിൽ അക്കങ്ങളാകാം, അല്ലെങ്കിൽ ചിഹ്നങ്ങളാകാം. ഇതൊക്കെ വ്യത്യസ്ത വലിപ്പത്തിൽ 7 വരികളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് നമ്മൾ കാഴ്ചശക്തി പ്രാഥമികമായിട്ട് അളക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് നമ്മൾ കാഴ്ചശക്തി പ്രാഥമികമായിട്ട് അളക്കുന്നത്. 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത് 6 മീറ്റർ അകലെ നിന്നാണ്. സ്കൂളുകളിലെ സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ കാഴ്ചശക്തി പരിശോധിക്കുമെന്ന് നമ്മളോട് പറയാണ്. ഏറ്റവും താഴെയുള്ള എല്ലാ അക്ഷരങ്ങളും വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നേത്ര വിദഗ്ധൻ്റെ സഹായം തേടും. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ചെയ്ത ടെസ്റ്റാണ് എന്ത് ഈ സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെയുള്ള എല്ലാ അക്ഷരങ്ങളും, അത് അത്രയും ചെറിയ അക്ഷരങ്ങളായിട്ടായിരിക്കും കൊടുത്തിരിക്കുക. അത് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കാഴ്ച പരിശോധിക്കുന്നതിനുള്ള ആ ഒരു അക്ഷരങ്ങളുടെ ചാർട്ടാണ് എന്ത് സ്നെല്ലൻ ചാർട്ട്. അത് മുകളിൽ നിന്ന് താഴേക്ക് വ്യത്യസ്ത വലിപ്പത്തിൽ 7 വരികളായിട്ടാണ് ഇതിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ചാർട്ടാണ് എന്ത് സ്നെല്ലൻ ചാർട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ഒരു ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായമായ സയൻസിൽ 7ാമത്തെ അധ്യായമായ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമ്മളൊരു തുടക്കം മാത്രമാണ്. പിന്നെ അടുത്തൊരു വീഡിയോയുമായി, ഇതേ മോഡ്യൂളിൽ തന്നെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.